ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഡെനു ഹണി റോസ്. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു മേക്കപ്പ് ലുക്കാണ് ഇന്ന് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത്. അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മേക്കപ്പിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഒരു മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് സ്കിന്നൊന്ന് പ്രെപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഫസ്റ്റ് ഐസ് വാട്ടർ ഉപയോഗിച്ചിട്ട് ഫേസ് ഒന്ന് വാഷ് ചെയ്യിപ്പിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം നല്ലൊരു ടോണർ ഉപയോഗിച്ചു. ടോണർ അപ്ലൈ ചെയ്ത് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു. മോയ്സ്ചറൈസറും അപ്ലൈ ചെയ്തു. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം വേണം അടുത്ത് പ്രൈമർ അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ സ്കിന്നുമായിട്ട് നല്ല രീതിയിൽ അബ്സോർവ് ആകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അങ്ങനെ പ്രൈമറും അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ചെയ്യുന്നത് നമ്മുടെ ഡാർക്ക് സർക്കിളിൻ്റെയും അതുപോലെ തന്നെ പിമ്പിൾസ്, ഡാർക്ക് സ്പോട്ട്സ് അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഇതിനെ ഹൈഡ് ചെയ്യാനായിട്ട് നമ്മൾ കളർ കറക്റ്റർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ കളർ കറക്റ്റർ ഓറഞ്ചും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഡാർക്ക് ഷെയ്ഡും കൂടെ ചേർത്ത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ലിപ്പിൻ്റെയും അതുപോലെ തന്നെ നോസിൻ്റെ സൈഡിലും കണ്ണിൻ്റെ അടിഭാഗത്തും ആയിട്ടൊക്കെ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ബ്ലെൻഡ് ചെയ്യുന്നത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ മേക്കപ്പിൻ്റെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന മേക്കപ്പ് അത് ഇടുന്ന ഫൗണ്ടേഷൻ ആയിരുന്നാലും ഐ മേക്കപ്പ് ആയിരുന്നാലും എന്തായിരുന്നാലും നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യുന്നത് ഐബ്രോ ഷേപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കസ്റ്റമറിൻ്റെ പുരിക എങ്ങനെയാണോ അതിനനുസരിച്ച് വേണം നമ്മൾ ഐബ്രോ ഷേപ്പ് ചെയ്യാനായിട്ട്. ഐബ്രോ ഷേപ്പ് ചെയ്തതിന് ശേഷം പിന്നെ അത് ഹൈലൈറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പാക്കി എടുക്കുക. അപ്പോൾ പുരികം നന്നായിട്ട് ഷേപ്പ് ചെയ്യുമ്പോഴാണ് ആ ഒരു ഭംഗി നമുക്ക് ഫിനിഷിംഗ് പോയിന്റിലോട്ട് കിട്ടുന്നത്. അപ്പോൾ അത് ആദ്യം ഒന്ന് ജസ്റ്റ് ഒരു ഫൗണ്ടേഷൻ എന്തെങ്കിലും വെച്ച് നമ്മളൊന്ന് അപ്ലൈ ചെയ്ത് ആ ഒരു ഫിനിഷിങ് ആക്കിയതിന് ശേഷം നന്നായിട്ട് ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു ഇത് വെച്ചിട്ടാണ്, ഈ ഒരു ബേസ് വെച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം ഐബ്രോ ഒന്ന് ഫിനിഷ് ചെയ്ത് ഷേപ്പാക്കിയതിന് ശേഷം നമ്മുടെ കണ്ണിലും അതുപോലെ ജസ്റ്റ് ഒന്ന് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് ഈ ഒരു ഫിനിഷിംഗ് ലുക്കിലാക്കി എടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഐ മേക്കപ്പാണ് സ്റ്റാർട്ട് ചെയ്തത്. ഒരു ബ്രൗൺ കളർ ഷെയ്ഡ് ഫസ്റ്റ് അപ്ലൈ ചെയ്തു. ബേസായിട്ട് തന്നെ അതിനെ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നീട് ഞാനൊരു ഐ പെൻസിൽ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഐലൈനർ പോലെ നമ്മൾ വരച്ചു കൊടുക്കുന്നുണ്ട്. വരച്ചു കൊടുത്തിട്ട് അതിനെ ഒന്ന് സ്മഡ്ജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഐലൈനർ ആയിട്ടല്ല വരയ്ക്കുന്നത്, ഐലൈനർ പെൻസിൽ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വരച്ചതിന് ശേഷം നമ്മുടെ ബ്രഷ് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കണ്ണ് നല്ലൊരു ലുക്കിലായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതൊരു പാർട്ടി മേക്കപ്പും കൂടി ആയതുകൊണ്ട് ഞാൻ ആ ഒരു ലുക്കിലാണ് കണ്ണിപ്പോൾ ഇവിടെ ചെയ്തത്. അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ തന്നെ ഒരു ഡാർക്ക് കളർ ഷെയ്ഡ് പിഗ്മെൻറ്റ് ഐ ഷാഡോ ഞാൻ അപ്ലൈ ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം സൈഡിൽ ജസ്റ്റ് ഒരു ക്രീം കളർ ഐ ഷാഡോയും കൂടി അപ്ലൈ ചെയ്ത് ഹൈലൈറ്റും കൂടെ ചെയ്തു. ഐബ്രോയുടെ താഴെയായിട്ട് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റും കൂടെ ചെയ്ത് കൊടുത്തു. അപ്പോൾ അങ്ങനെ നമ്മുടെ ഐ മേക്കപ്പ് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ സ്കിൻ ടോണിനനുസരിച്ചുള്ള ഫൗണ്ടേഷനാണ്. അപ്പോൾ ഞാൻ ഇത് 2-3 കളറുമായിട്ടൊന്ന് മിക്സ് ചെയ്താണ് ഞാനിവിടെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ ഫൗണ്ടേഷൻ ആയിരുന്നാലും നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് ഫേസിൽ ആദ്യം ഫുള്ളായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ശ്രദ്ധിച്ചതിന് ശേഷം പിന്നീട് നല്ല ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഫൗണ്ടേഷൻ ബ്രഷ് ഉപയോഗിച്ച് തന്നെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ എത്രത്തോളം ബ്ലെൻഡ് ചെയ്യുന്നുവോ ആ ഒരു മേക്കപ്പിന് അത്രയും ഫിനിഷിംഗ് ലുക്ക് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഫസ്റ്റ് ബ്രഷ് ഉപയോഗിച്ച് തന്നെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഞാൻ പിന്നെ ഈ ഒരു ബ്രഷ് ഉപയോഗിച്ച് മാക്സിമം ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ബ്യൂട്ടി സ്പഞ്ച് ഉപയോഗിച്ചിട്ട് ഒന്നും കൂടി ഞാൻ ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു കറക്റ്റ് ഒരു ഫിനിഷിംഗ് ലുക്ക് നമുക്ക് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു രീതിയിൽ ഞാൻ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ബ്യൂട്ടി സ്പഞ്ച് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ചിൻ കട്ടും നോസ് കട്ടൊക്കെയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു ചീക്സിൻ്റെ സൈഡും അതുപോലെ നോസിൻ്റെ സൈഡിലൊക്കെ ഞാനൊന്ന് കട്ടിങ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ചിന്നിൻ്റെ സൈഡിലൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതും ബ്രഷ് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ ഫേസിൻ്റെ ഷേപ്പ് അനുസരിച്ച് വേണം നമ്മളത് കട്ടിങ് ചെയ്യാനായിട്ട്.
അപ്പോൾ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നീട് നമ്മളത് കറക്റ്റ് ഒന്ന് ഫിക്സ് ചെയ്യാനായിട്ട് ഒരു ലൂസ് പൗഡറും അപ്ലൈ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫിക്സിംഗ് പൗഡറും അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ നമ്മുടെ പൗഡറാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ലൂസ് പൗഡർ ഒന്ന് അപ്ലൈ ചെയ്ത് കണ്ണിൻ്റെ അടിഭാഗത്ത് ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ കട്ടിങ് ചെയ്ത ആ ഒരു ഗ്യാപ്പ് സൈഡിൽ ഞാനൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നതിന് ശേഷം നമ്മുടെ മാക്കിൻ്റെ തന്നെ ഒരു ഫിക്സിംഗ് പൗഡറുണ്ട്. അതുപയോഗിച്ചിട്ട് ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ കോമ്പാക്റ്റ് പൗഡർ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മേക്കപ്പ് ആദ്യം ഒരു സ്റ്റെപ്പിൽ വരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ജസ്റ്റ് ഒന്ന് ബ്ലഷ് ചെയ്യുന്നുണ്ട്. ബ്ലഷ് ചെയ്ത് 2 ചീക്സിലും ബ്ലഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബ്ലഷും ചെയ്ത് അതിൽ തന്നെ ഹൈലൈറ്റും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ ശേഷം ഒന്ന് ഫിക്സിംഗ് സ്പ്രേ ഒന്ന് അടിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കണ്ണിൻ്റെ അടിഭാഗത്തായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അവിടെ ഒന്ന് ഒരു ബ്ലാക്ക് വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുത്തു. പിന്നെ അതിൽ തന്നെ ആ മുകളിലത്തെ നമ്മൾ ഐ മേക്കപ്പ് ചെയ്തതിൻ്റെ ഒരു ഷെയ്ഡും കൂടി താഴ്ഭാഗത്തുനിന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്തു. പിന്നെ മസ്കാരയാണ് അപ്ലൈ ചെയ്തത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുന്നത്. അതിന് ഞാൻ ലിപ് ലൈനർ ഉപയോഗിച്ചിട്ട് ആ ഫസ്റ്റ് വൺ വരച്ചതിന് ശേഷമാണ് നമ്മൾ രണ്ടാമത് ലിപ്സ്റ്റിക്കായിട്ട് അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ മേക്കപ്പ് ഫിനിഷ് ആയിട്ടുണ്ട്. നല്ലൊരു ഗ്ലോ ലുക്കും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ ആളിന് ഐ മേക്കപ്പ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അത് നിങ്ങളുടെ അഭിപ്രായം കൂടെ പറയുക, എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഹെയറിലേക്കാണ് പോകുന്നത്. ഹെയറിൽ നമുക്ക് കേളാണ് ചെയ്യേണ്ടത്. ആദ്യം അതിൻ്റെ പിക്ക് കൊടുത്തിരുന്നത് കൊണ്ട് ഹെയർ സ്റ്റൈൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് അറിയാൻ പറ്റും. അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുന്നേ ഫസ്റ്റ് വൺ ബ്ലോ ഡ്രൈ ചെയ്ത് അയൺ ചെയ്ത് ക്രിമ്പും ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഹെയർ മൂസ് അപ്ലൈ ചെയ്തത്. എന്നതിന് ശേഷം കേള് ചെയ്യുന്നു. ഇതാണ് പ്രൊസീജിയർ ചെയ്തേക്കുന്നത്. അപ്പോൾ കേളിൻ്റെ എങ്ങനെയാണ് ആ ഒരു കേള് ചെയ്യുന്ന രീതി എന്നുള്ളത് വീഡിയോ ശ്രദ്ധിച്ച് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അങ്ങനെ കേളൊന്ന് നന്നായിട്ടൊരു കുറച്ച് കേൾസൊക്കെ ചെയ്ത് ഫ്രണ്ടിലോട്ട് ഉള്ള ഹെയറിൽ നമ്മൾ അതിൽ എക്സ്റ്റൻഷൻ ഒന്നും വെച്ചിട്ടില്ല. ആളിൻ്റെ ഹെയർ കറക്റ്റ് ഒറിജിനൽ ഹെയറിൽ മാത്രമാണ് നമ്മൾ ആ ഒരു ഹെയർ സ്റ്റൈൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എക്സ്റ്റൻഷനൊന്നും ഇല്ലാതെ ചെയ്യുന്ന ആ ഒരു ഹെയർ സ്റ്റൈലും കൂടിയാണിത്. അങ്ങനെ ഈ ഒരു കേള് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു ഹെയർ സ്റ്റൈല് ചെയ്ത് ഞാൻ വിചാരിച്ചതിനേക്കാളും കുറച്ചുകൂടി ബെറ്ററായിട്ട് വന്നു. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് എങ്ങനെയോ ക്യാമറയൊന്ന് ഓഫായിപ്പോയി. അങ്ങനെ ആ ഒരു ബാക്കിയുള്ളത് എടുക്കാനായിട്ട് പറ്റിയില്ല. പക്ഷേ ഞാൻ ഓൺ ആണെന്ന് കരുതി എല്ലാം ചെയ്ത് ലാസ്റ്റ് സ്റ്റേജിലാണ് അറിയുന്നത് ക്യാമറ ഓഫ് ആണെന്നുള്ളത്. അങ്ങനെ ഇതാ നമ്മുടെ ഫൈനൽ സ്റ്റേജായി. ഹെയർ സെറ്റിങ്സും ഹെയർ സ്റ്റൈലൊക്കെ ക്ലിയർ ആക്കി സെറ്റാക്കിയിട്ടുണ്ട്. നമ്മുടെ മേക്കപ്പും എല്ലാം കംപ്ലീറ്റ് ആയി. അപ്പോൾ എന്താണ് മേക്കപ്പിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മേക്കപ്പ് ഇഷ്ടമായോ ഇല്ലേ എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ബ്രൈഡൽ മേക്കപ്പ് വർക്കുകൾ നമുക്ക് അവൈലബിൾ ആണ്. എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് നമ്മുടെ മേക്കപ്പ് റേറ്റുകൾ വെച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അറിയിക്കുന്നതായിരിക്കും. ഓൾ കേരള സർവീസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇന്നത്തെ മേക്കപ്പിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണുമ്പോഴേക്കും ഓക്കെ ബൈ, സീ യു.